ജേർണി വിത്ത് ജസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ജോസ്. നമ്മൾ ഇന്നുള്ളത് ജോഫ്രി പ്രൊവിൻഷ്യൽ പാർക്കിലാണ്. ഇതാ എൻ്റെ ഈ പുറകിൽ കാണുന്ന ബോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാർക്കിലൂടെ ഒരു ഹൈക്കുണ്ട്. അപ്പോൾ അതിൽ പോകുമ്പോൾ നമുക്ക് ജോഫ്രി ലേക്സ് കാണാൻ പറ്റും. ലേക്കല്ല, ലേക്സ് എന്ന് വേണം പറയാൻ. നമുക്ക് 3 ലേക്കാണ്. അതായത് ഓരോ എലിവേഷൻ മാറുന്നതനുസരിച്ചിട്ട് ആ ഹൈക്കിൽ നമ്മൾ ജോഫ്രിയുടെ 3 ലേക്ക്, അതായത് നമ്മൾ ആദ്യം കാണുന്നത് ലോവർ ലേക്ക്, മിഡിൽ ലേക്ക്, അതേപോലെ തന്നെ ടോപ്പിലുള്ള ലേക്കൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ ഒരു എലിവേഷൻ അവർ പറയുന്ന ഒരു 490 എന്നൊക്കെ പല സൈറ്റുകളിൽ പറയുന്നുണ്ട്. ഏകദേശം നമുക്ക് ഒരു 10 കിലോമീറ്ററാണ് റൗണ്ട് ട്രിപ്പ് നമ്മൾ പോയിട്ട് വരുമ്പോൾ ഉള്ളത്. നമുക്ക് ഇത് വാൻകൂവറിൽ നിന്ന് ഇത്രയും ദൂരെയാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വർത്താണ്. നമ്മൾ ആ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ പോവുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒന്നിച്ച് ഹൈക്കിലേക്ക് പോവാം, ലേക്കിൻ്റെ കാഴ്ചകളായിട്ട്. നമ്മളിതാ ഈ കുഞ്ഞു വഴി കൂടിയാണ് യാത്ര തുടങ്ങുന്നത്. ഈ കാണുന്ന പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ ഇവിടെ ഒരു ചെറിയ ഇൻഫർമേഷൻ സെൻറ്റർ, അവരോട് നമ്മൾ സംസാരിച്ചു. നമ്മളവിടെ കൺഫർമേഷൻ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇതാ ഇതുവഴി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. താഴെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതാ കണ്ണാടിയൊക്കെ വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇപ്പോൾ ഈ കാടിനകത്തോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഇതായ തണുപ്പത്ത് ഒരു ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് പോവാണ്. മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് ചൂടാകുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചുരുട്ടിയെടുത്ത് മാറ്റാം. പിന്നെ ഇതാ ഞങ്ങൾ രണ്ടുപേരും, അധികം തിരക്കൊന്നുമില്ല കേട്ടോ. വലിയ പാർക്കിങ്ങിൽ കുറച്ച് വണ്ടിയൊക്കെ ഉണ്ടെങ്കിലും വലിയ തിരക്കൊന്നുമില്ല. നമ്മളങ്ങനെ ചെറുക്കെ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എത്തുന്നത് ജോഫ്രി ലേക്കിൻ്റെ ഫസ്റ്റ് ലേക്കിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ച കാണുന്നു. പിന്നെ നമ്മൾ മേളിലേക്ക് പോകുന്നു. ഈ കാണുന്നതാണ് ജോഫ്രി ലേക്കിൻ്റെ ഫസ്റ്റ് ലേക്ക്, ലോവർ ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ അടിപൊളി കാഴ്ചകൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇതാ സ്നോ മൗണ്ടൻ ഉണ്ട് അവിടെ. പിന്നെ ഇതാ തിങ്ങി നിൽക്കുന്ന മലനിരകൾ. ഇതിലൊക്കെ ഏറ്റവും കിടുക്കായിട്ട് തോന്നുന്നത് ഈ വാട്ടറിൻ്റെ കളറാണ്. നോക്കി, ആ വെള്ളത്തിനൊരു എന്താ തുരിശ് അല്ലേ, അതുപോലത്തെ ഒരു കളറ്. അടിപൊളി അല്ലേ. നമ്മൾ ഈ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, 15 മിനിറ്റ്സ് ആണ് അവർ പറയുന്നത്. എനിക്കൊരു 10 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് എത്താൻ പറ്റും. ആദ്യം കാണുന്ന ലേക്കാണ്. പിന്നെ ഇത് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകരുത്. ഇനിയിപ്പോൾ മേളിലുണ്ട് നമുക്ക് 2 ലേക്ക് ഇവിടെ. ജോഫ്രി ലേക്ക് തന്നെയാണ് അത്, മിഡിൽ ലേക്ക്, അതുപോലെ തന്നെ അപ്പർ ലേക്ക്. നമ്മളിപ്പം ഈ കാഴ്ച കണ്ടിട്ട് അങ്ങോട്ടാണ് ഇനി പോകുന്നത്. നമുക്ക് ഏകദേശം ഈ 3 ലേക്കും കണ്ട് തിരിച്ചു വരാൻ ഇവർ പറയുന്നത് 4 hours ആണ്. നമുക്ക് ടോട്ടൽ ഒരു 10 കിലോമീറ്റർ ആണ് അപ്പ് ആൻഡ് ഡൗൺ വരുന്ന ദൂരം. ഈ യാത്ര അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇപ്പം നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക കേട്ടോ. നമ്മളിതാ കുറച്ചിങ്ങോട്ട് നടന്നേ ഉള്ളൂ കേട്ടോ. ഇതാ അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഒരു തോട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഈ ലോവർ ലേക്ക് ഇതാ ഇതുവഴി ഇങ്ങനെ ഒഴുകി താഴോട്ട് പോവാണ്. നമ്മൾ ഈ വെള്ളം കേട്ടോ ഇത്രയും കുത്തൊഴുകി വന്നാൽ പോലും ഒട്ടും കലക്കയില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് ഈ പാലത്തെ കയറിയിട്ട് താഴോട്ട് നോക്കാം.
ഇതിൻ്റെ ഈ വ്യൂ തീരുന്നില്ല കേട്ടോ. ഫസ്റ്റ് ലേക്കിനെ നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് സെക്കൻഡ് ലേക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് നോക്കിയാലും ഈ ലോവർ ലേക്ക് എന്ന് പറയുന്ന ആ ലേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ. ചെറുതായിട്ടൊക്കെ നടന്നു തുടങ്ങിയുള്ളൂ കേട്ടോ. ഒത്തിരി നാളായി ഇങ്ങനെ ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതാന്ന് തോന്നുന്നു ചെറിയൊരു ക്ഷീണം പോലൊക്കെ തോന്നുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് എനർജിയൊക്കെ ആയിക്കോളൂ അല്ലേ. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ പാലങ്ങളുണ്ടേ. ഇപ്പം ഇതിൽ വെള്ളമൊന്നും ഒഴുകുന്നില്ല. അപ്പം ശരിക്കും നമ്മളിപ്പം ആ കണ്ട ആ വലിയ മലയൊക്കെ ഇല്ലേ, അതൊക്കെ ഉരുകിയിട്ട് ഇങ്ങനെ ആദ്യത്തെ ലേക്കിലേക്ക് വരുന്നു. അവിടുന്ന് അതൊഴുകി രണ്ടാമത്തെ ലേക്ക് വരുന്നു. അവിടുന്ന് അത് വീണ്ടും ഒഴുകി നമ്മളിപ്പോൾ കണ്ട താഴത്തെ മൂന്നാമത്തെ ലേക്ക് വരുന്നു. അവിടുന്ന് അതൊഴുകി ഒരു പുഴയായിട്ട് പോവാണ്. അപ്പോൾ ആ പുഴയാണ് നമ്മളിപ്പോൾ ഈ കടന്നു വന്ന ഒരു പാലമില്ലേ, ആ പാലം നമ്മൾ ക്രോസ് ചെയ്ത് ആ പുഴയാണ്. അതിങ്ങനെ ഒഴുകി താഴേക്ക് പോവാം. ഇപ്പോൾ ഈ സൈഡിൽ കണ്ട മഞ്ഞുമലയല്ലാതെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട്, അതൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത് ഈ ലേക്കിലേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. അത് ഡയറക്റ്റ് ആ പുഴയിലേക്ക് പോവും. അതിങ്ങനെ ഇവിടുന്ന് പോയിട്ട് താഴെ നമ്മൾ വിസ്ലറി വരെ പോകുന്നത് ഇവിടുന്ന് വരുന്ന ഈ പുഴയാണ്. ഈ ലേക്കിൻ്റെ കാഴ്ച തീരുന്നില്ല കേട്ടോ. ഇതിനെ കുറേ നേരമായി റൗണ്ട് വെക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ കാഴ്ചകൾ മാറാൻ പോവുകയാണ്. ഇതാ ഈ ലേക്കിൽ നിന്ന് മാറി ഇതാ ഇവിടെ നമ്മളിനി ഒരു കയറ്റം അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. ഈ കയറ്റം തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഈ താഴത്തെ ലേക്കിൻ്റെ കാഴ്ച അങ്ങ് മാറി. പിന്നെ നമ്മൾ ഇനി ഒരു കുറച്ച് നേരത്തേക്ക് ശരിക്കുള്ള ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും ഈ വഴിയുടെയൊക്കെ അവസ്ഥ എന്ന് തോന്നുന്നു. അല്ലെ നമ്മൾ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കൊക്കെ മനസ്സിലാകും. പക്ഷേ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അങ്ങ് ചെറുകെ പോയാൽ മതി. ഇപ്പം നമ്മൾ ഈ സമ്മർ സമയത്തായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങ് നടന്നു പോകും. വിൻ്റർ ആയി കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്ത് കഴിഞ്ഞാലും ഇതുകൊണ്ട് ഈ മണ്ണൊക്കെ ഇങ്ങനെ കുറേ ചള്ളയാവും. സ്നോ വീണ് കഴിഞ്ഞാലും സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ പാടാണ് ഇത് കയറിപ്പോവാൻ. ഇപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ ചെറിയ നടന്ന് കയറിയാൽ മതി. ഇതാ ഇങ്ങനെ കയറ്റം തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. തുടങ്ങിയല്ലല്ലോ, തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. അത് തന്നെ. മുകളിൽ ഇതാ ഇങ്ങനെ സൂര്യൻ കത്തി വന്നിപ്പുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് വീഡിയോ എടുക്കാം. ഇതേപോലെ കുത്തൻ കയറ്റമാണ്, ചെറുതായിട്ടൊക്കെ അണയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് 4 hours ഉണ്ട്. അപ്പോൾ ഇതൊരു വീഡിയോയിൽ തീരുമോ 2 വീഡിയോയിൽ തീരുമോ എന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം എങ്ങനെ ടൈമൊക്കെ വരുന്നത്, അതനുസരിച്ച് നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് വീഡിയോ ആക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കയറ്റം കയറി മേളിൽ കുറേ ചെന്നിട്ടൊരു നിരപ്പാവും. ആ സ്ഥലം വരെ ഇനി വീഡിയോ ഇല്ല. ഈ കയറ്റം നമ്മൾ കയറാൻ പോകുന്നത്. അങ്ങ് കയറാൻ പോവാം കേട്ടോ. നമ്മൾ ഈ മൗണ്ടൻസ് ഓരോന്നും കയറി ഇറങ്ങുമ്പോൾ താഴത്തെയും ഓപ്പോസിറ്റ് സൈഡിലെയും മലകളിങ്ങനെ മാറി മാറി നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ ഇതാണ്ട് നമ്മൾ ആ കയറി വന്നതിൽ നിന്നും വ്യൂ മാറിയില്ലേ. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. നമുക്കിനി ഇതുവഴി കുറച്ചൊരു ഇറക്കം പോലൊക്കെ കണ്ടിട്ട് തോന്നുന്നേ. ഈ ഇറക്കം ഇറങ്ങിയിട്ട് പിന്നെ ഇനി ഒരു കയറ്റമായിരിക്കും. അതെ, ഇപ്പോൾ ഒരു ഇറക്കമാണ്. ഈ മലഞ്ചരിവ് എന്നൊക്കെ പറയുന്നത് ഇതാ ശരിക്കും. ഈ മലഞ്ചരിവിൽ കൂടെ ഇതാ ഇങ്ങനെ ഈ പാറകൾക്കിടയിൽ കൂടെ നമ്മുടെ വഴി പോകുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നടക്കാൻ എളുപ്പമൊക്കെയാണ്. ചെറിയ കയറ്റം അത്രയേ ഉള്ളൂ. ഈ വരുന്ന വഴിയിലെല്ലാം നമ്മൾ കാണുന്ന ഈ ഉരുള് പൊട്ടി ഇത് കണ്ടോ, മുകളിലുള്ള പാറകളൊക്കെ കണ്ടോ. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. ഇതാണ്ട് ഇങ്ങനെ പാറ പൊട്ടി നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ ആ മലയുടെ മണ്ടേന്ന് പൊട്ടി ഇറങ്ങിയിട്ട് ഇതാ അതുവഴിയൊക്കെ ഒഴുകിയോ ഉരുണ്ടോ ഒക്കെ താഴെ വന്ന് ഇതാ ഇതുവഴി ഇങ്ങനെ ഈ പാറകളൊക്കെ ഇതാ ഇപ്പോഴും അങ്ങനെ തന്നെ കിടപ്പുണ്ട് നമ്മുടെ അടുത്ത് കണ്ടോ. ഇങ്ങനെ വന്നിട്ട് അത് താഴോട്ട് അങ്ങ് പോവാം. അതിനിടയിൽ കൂടെ നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇട്ടൊരു വഴിയാക്കി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ
എല്ലായിടത്തും ആ പാറയുടെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇങ്ങനെ താഴോട്ട് അത് പോയി. നമ്മൾ കണ്ട് ഈ പാറ മാറ്റിയിട്ടൊന്നുമില്ല അവർ, അതിൻ്റെ അകത്ത് കുറച്ച് മണ്ണിട്ടേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ വഴി പോലെ കല്ല് കെട്ടി എടുത്തിരിക്കുകയാണ്. വലിയ പാറയൊക്കെ ഉണ്ട്, കണ്ടോ, ഉരുണ്ട് വന്ന് നോക്കിയാൽ. അപ്പോൾ ഈ പാറകളാണ് ഇനി നമ്മളുടെ കുറേ കാഴ്ച, കുറേ സമയത്തേക്കുള്ള കാഴ്ച എന്ന് തോന്നുന്നു. ഇതുകൊണ്ടോ, ഇതിനകത്തോടെ തന്നെ ഇങ്ങനെ നമ്മൾ കയറി ഇറങ്ങി പോകണം. പിന്നെ ഈ ജോഫ്രിയിലേക്ക് കേട്ടോ, അതിനെക്കുറിച്ച് പറയുമ്പം നമുക്ക് വാൻകൂവറിൽ നിന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ, ശരിക്കും പറഞ്ഞാൽ 2.25 മണിക്കൂറാണ് പറയുക. നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഏകദേശം 3-3.5 മണിക്കൂറാവും ഇവിടെ എത്താൻ. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ പാർക്കിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. പക്ഷേ വരുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങൾ BC പാർക്സിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് പോയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, അവർ എമൗണ്ട് പറയുക 0 ആണ്. പക്ഷേ അവർക്ക് ഇവിടെ വരുന്ന ആൾക്കാരുടെ കൗണ്ട് എടുക്കാനും ഓവർ ക്രൗഡഡ് ആകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ നമ്പർ വരും. ആ നമ്പർ നമ്മൾ ഇവിടെ വന്ന് അവരെ കാണിക്കണം, പറയണം. അപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മളിങ്ങോട്ട് കയറി വരേണ്ടത്. നല്ല അടിപൊളി ഹൈക്ക് കേട്ടോ, രസമുണ്ട്. എന്നാലും നിങ്ങൾ കൂടെ പോരെ, നിന്ന് കഴിഞ്ഞാൽ താമസിച്ചു. ഇവിടെ നമുക്ക് ആ പുഴ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, നല്ല സൗണ്ട് കേൾക്കാം. ഇതാ പാറയൊക്കെ ഉരുണ്ട് വീണ കേട്ടോ. ഇതാ നമുക്ക് മേളിൽ കാണാം. പൊളി വ്യൂ അല്ലേ, നോക്കിയേ. മേളിൽ ഇങ്ങനെ സൂര്യൻ കത്തി നിൽക്കുകയാണ്. ആഹാ, ഈ മലനിരകൾക്കിടയിൽ കൂടി ഇങ്ങനെ ഒഴുകി വരുന്നു. നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. അപ്പോൾ ഇത്രമാത്രം മഞ്ഞുരുകിക്കൊണ്ടിരിക്കുകയാണ് മലകളുടെ മണ്ടയിൽ. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത്രയും വെള്ളം ഒഴുകി വരുന്നുണ്ട്. നല്ല ക്ലിയർ വാട്ടറാണ്. ഇതിനകത്തൂടെ ഇങ്ങനെ കുത്തൊഴുകി പോവാ താഴോട്ട്. ഇതിൻ്റെ സൗണ്ടാണ് നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ കേൾക്കുന്നത്. വാവ്, താഴേന്ന് രഞ്ജിനി നടന്ന് വരുന്നുണ്ടേ. കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരിങ്ങനെ നടന്ന് വരുന്നുണ്ട്. നമുക്ക് ഇനി മേളിലോട്ട് പോവാം. ഇങ്ങനെ നിന്ന് പോകുന്നതുകൊണ്ട് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇതിന് വേണ്ടി കൂടി ഇങ്ങനെ പൈപ്പൊക്കെ വെച്ച് നമുക്ക് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതാ ആ മലമണ്ടേന്ന് ഒഴുകി വരുന്ന ഇത് കൊള്ളാമേ, അടിപൊളി. ഇതാ താഴോട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടോ, ഇങ്ങനെ തെന്നലുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും യാത്ര എങ്ങനെ തുടരുക കേട്ടോ. ഇതാ ഈ മലകളൊക്കെ കയറി നമ്മൾ വീണ്ടും മുന്നോട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫ്രഷായി. അപ്പം കുറച്ച് എനർജിയൊക്കെ കിട്ടി. നമ്മൾ ആ എനർജി മുന്നോട്ടങ്ങ് പോവാം. ഈ മല ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പം നല്ല ഒരു അടിപൊളി വ്യൂ ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ. നമ്മളിപ്പം ആ താഴത്തെ മലയുടെയൊക്കെ
ഏകദേശം ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് താഴ്ത്ത് കണ്ടോ, ശരിക്കും ഈ ചൂടൊക്കെ കുറവായിരുന്നതിൽ സ്നോയൊക്കെ ഇപ്പോഴും അവിടെ കണ്ടേനെ. അപ്പോൾ കാരണം ചെറിയ പൊട്ട് പോലൊക്കെ ഉള്ളൂ സ്നോയെ. വീണ്ടും നമ്മൾ ഈ കുത്തൻ കയറ്റം കയറുക. താഴോട്ട് വലിയ ഡീപ്പ് കുഴിയാണ്. നമ്മളിവിടെയൊക്കെ നടക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. ചെള്ളയുള്ളതുകൊണ്ട് ചവിട്ടിയാൽ പെട്ടെന്ന് തന്നെ താഴെ പോവും. കേട്ടോ, ഇതുമാത്രം കുഴിയാന്ന് നോക്കിയത്. ഇപ്പോൾ ഒരു മണിയുടെ സൗണ്ട് കേട്ടില്ലേ? അത് നമ്മുടെ കരടി വന്നു കഴിഞ്ഞാൽ ഓടിക്കാനുള്ള മണിയാണ്. ഇങ്ങനെ ബാഗിൽ കെട്ടിയിട്ടാണ് സാധാരണ ഹൈക്കേഴ്സൊക്കെ പോകുന്നത്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. നമ്മുടെ പുറകിൽ കുറച്ച് പേര് വരുന്നുണ്ട്. ഈ കുറച്ച് സൈഡ് അവർക്ക് കൊടുക്കുക, അവർ പോട്ടെ. ആ മണിയാണത്. നമ്മളാ താഴെ കണ്ടില്ലേ പാറ പൊട്ടിയൊക്കെ വീണേ, അതിൻ്റെയൊക്കെ മെളിയിൽ നിന്ന് വീണ പാറകളൊക്കെ ഇവിടെ നിന്നാൽ കാണാം. അതിങ്ങനെ ഒലിച്ചൊലിച്ചാണ് താഴോട്ട് വന്നിരുന്നത്. പക്ഷെ നമുക്ക് താഴെ നിന്നതൊന്നും കാണത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് കാണുന്നത് ആ മണി എല്ലാവരുടെ ബാഗിലും ഉണ്ട്. അവരത് വെച്ചിട്ടാണ് വരുന്നത്. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കുകയാണേ. ഇതൊക്കെയാണ് അവിടെ കാണുന്ന ആ മലകളിൽ കാണുന്നത്. അതിൻ്റെ മേളിലോട്ട് നമുക്ക് നോക്കാം. മഞ്ഞ് കുറച്ചുള്ള മല, മഞ്ഞ് മല എന്നും പറയാൻ നിങ്ങൾ എന്നെ ഓടിക്കും. കുറച്ച് മഞ്ഞുള്ള മല. ഈ പാറ പൊട്ടി പൊട്ടി വരുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന മലകളിൽ മൊത്തം ഉണ്ട് ഇങ്ങനെ. ഇതാണ് നമ്മൾ ആ വന്ന വഴിയിലൊക്കെ ഇങ്ങനെ താഴേക്ക് കണ്ടത്. ഒഴുകി താഴ്ത്ത് വന്നത്. ഇവിടുന്ന് വലിയൊരു കൊക്കയാണ് താഴ്ത്തുണ്ടോ. നല്ല ഇവിടെ നിന്നൊക്കെ തെന്നിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ ചെന്നേ നിൽക്കുകയുള്ളൂ. നമുക്കിങ്ങനെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്തൊക്കെ പോകാം കേട്ടോ. നമുക്ക് അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പാറയൊക്കെ ഇരുന്ന് പോകാം. ഇവരൊക്കെ നമ്മളെ പാസ് ചെയ്ത് കയറി പോവാണ്. മണ്ടയ്ക്ക് കൂടെ ആൾക്കാർ വരുന്നത് കണ്ടോ. ഞാൻ വീണ്ടും സൂം ചെയ്ത് കാണിക്കുക നിങ്ങളെ. മേളിൽ കൂടി ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട് കണ്ടോ. ഇതുവഴിയൊക്കെയാണ് നമ്മൾ കയറി പോകുന്നത്. ഇത് കണ്ടോ, താഴ്ന്ന ആൾക്കാർ വരുന്നുണ്ടോ. ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ നല്ല അടിപൊളി വ്യൂ ആ സ്നോ മൗണ്ടൻ്റെ കിട്ടുന്നത് കേട്ടോ. സ്നോ അല്ല, കുറച്ച് സ്നോ ഉള്ള മൗണ്ടൻ. ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആ മൗണ്ടൻ്റെ. ഇത് താഴോട്ട് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലേക്ക്. ഇവിടെ നിന്ന് കാണാം കണ്ടോ, അടിപൊളിയല്ലേ. നമ്മളിതാ അങ്ങ് ആ ദൂരത്ത് കണ്ടോ സ്നോ കണ്ടു തുടങ്ങി, സ്നോ മൗണ്ടൻ കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ ലേക്കിൻ്റെ അടുത്തെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. എവിടെ സ്നോ മൗണ്ടൻ എന്നല്ല, ഞാൻ സൂം ചെയ്യാമേ. ഇതാ കണ്ടോ, ആ കാണുന്ന മൗണ്ടൻ അത് സ്നോ മൗണ്ടൻ ആണ്. അപ്പം നമ്മൾ താങ്ക് യു. ഹലോ, നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളു കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ലേക്കിൻ്റെ വ്യൂ. വാവ്, എല്ലാവരും ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മുടെ ടേണിന് വേണ്ടി. ഇപ്പോൾ ഇവരൊക്കെ ഫോട്ടോ എടുത്ത് കഴിയുമ്പം നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. നമ്മളങ്ങനെ ജോഫ്രി ലേക്കിൻ്റെ സെക്കൻഡ് ലേക്ക്, മിഡിൽ ലേക്ക് എന്ന് പറഞ്ഞ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇതാ
ഈ വെള്ളത്തിൻ്റെ കളറ് അതിൻ്റെ അടിപൊളിയല്ലേ. വാ, ആ സൺലൈറ്റൊക്കെ വന്നാൽ ഇത് ക്ലിയർ വാട്ടറാണേ. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ കളറ് കാണണം, വെള്ളത്തിന് അടിവശം കാണുന്നത്. നല്ല ക്ലിയർ വാട്ടറാണ്. ഇവിടെ കുറേ പേര് ഇങ്ങനെ സ്വിമ്മിങ്ങിനൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. കുറേ പേര് സ്വിമ്മിങ് കഴിഞ്ഞ് കയറി നിൽപ്പുണ്ട്. നമുക്കിവിടെ ഒന്ന് സ്വിമ്മിങ് ചെയ്യാൻ പറ്റും. ഇതാ ഞാൻ അടുത്ത് പോയിട്ട് വെള്ളം ഒന്ന് കാണിക്കാം. നമ്മളങ്ങനെ രണ്ടാമത്തെ ലേക്കിൽ നിന്ന് മൂന്നാമത്തെ ലേക്കിലേക്ക് പോവാം, ടോപ്പ് ലേക്കിലേക്ക്. അതിൻ്റെ പോകുന്ന വഴി ഇതാണ്. നമ്മളിതാ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു പാലമൊക്കെ കിടന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതാ എന്ത് ഫോഴ്സിലായി വെള്ളം ഒഴുകുന്നല്ലേ. അപ്പോൾ എന്തുമാത്രം ഐസ് ഉരുകി വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടല്ലേ. ഇത് കണ്ടോ, oh my god, see, ഇത്ര മാത്രം വെള്ളമാണ് ഒഴുകി ഇവിടോട്ട് വരുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒഴുകിയാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. ഇവിടെ നമുക്കൊരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഇതാ ഈ മേളിൽ ഈ കാടിനകത്ത് കണ്ടോ, ഇതാ അവിടെ ആയിട്ടാണ് ആ ടോയ്ലറ്റ്. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഈ ലേക്കിൻ്റെ വേറൊരു വ്യൂ കിട്ടും. നമ്മൾ മൂന്നാമത്തെ ലേക്കിലേക്ക്, ടോപ്പ് ലേക്കിലേക്ക് അങ്ങ് നടക്കുകയാണ്. നമ്മളിവിടെ ഈ രണ്ടാമത്തെ ലേക്കിൻ്റെ സൈഡ് വഴി തന്നെയാണ് നമ്മൾ ടോപ്പിലെ തേർഡ് ലേക്കിലേക്ക് പോകുന്നത്. നമ്മൾ താഴേന്ന് വന്നില്ലായിരുന്നോ, അതേപോലെ തന്നെ. പക്ഷേ ഇവിടെ നിന്ന് ഇനിയിപ്പം കുറേ കൊത്ത് കയറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ അത് കയറി വേണം നമ്മൾ ചെല്ലാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പുണ്ട് ഇവിടെ നിന്ന് കയറിപ്പോകാൻ. നമുക്കിവിടെ അടുത്ത തോട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല സൗണ്ട് കേൾക്കാം ഇവിടെ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടുത്തായിട്ടാണെന്ന് തോന്നുന്നത്. എന്ത് പാറയാ പൊട്ടി വീണേക്കുന്നല്ലേ. ഉണ്ടോ, നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം ഇതാ ടോപ്പിലായിട്ട് നമുക്ക് വെള്ളം കാണുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും വെള്ളം അടുത്ത് പോയി കാണാം. ഇവരൊന്നും താഴോട്ട് പോട്ടെ. ഹായ്, ഹൗ ആർ യു? ഗുഡ് ഗുഡ്. ഓ ഓക്കെ, താങ്ക് യു. ഇവിടെ ആൾക്കാർക്ക് ഫ്രണ്ട്ലി ആയിട്ടോ, നമ്മളോട് സംസാരിക്കും, വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്ത് അവർ കൊണ്ടുപോകും. നെഗറ്റീവ് കമൻസൊക്കെ വളരെ ചുരുക്കമേ കേൾക്കാറുള്ളൂ. പിന്നെ അങ്ങനെ നെഗറ്റീവ് പറയുന്നവർ നമ്മളങ്ങ് നെഗറ്റീവായി വിട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പം പൊതുവിൽ ആൾക്കാർ ഇവിടെ നമ്മളെയൊക്കെ പോസിറ്റീവായി കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. അത് ഒത്തിരി നല്ലതാണ്. നമ്മൾ നടക്കുമ്പോഴൊക്കെ വാവ് ഗായ്സ് ലുക്ക്,
ഇതുണ്ടോ ഈ വഴി നമ്മൾ കയറി പോകണ്ടേ. അപ്പോൾ നമ്മൾ താഴെ നിതാ അതുവഴിയൊക്കെയാണ് കയറി വന്നത്. നമ്മൾ ഇതുവഴി വന്ന് ഇങ്ങോട്ട് കയറാൻ പോവാം. ഇതാ കുറച്ച് പാടുള്ള വഴിയാണ്. കല്ലൊക്കെ ഇളകിയിരിപ്പുണ്ട്, ശ്രദ്ധിച്ച്. ഹലോ, ഹലോ, നമ്മളിതാ ഇവിടെത്തി. ഓ, ഈ വെള്ളച്ചാട്ടം കണ്ടോ, വീണ്ടും തകർത്തൊഴുകുക. സൈഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. കുറേ കല്ലൊക്കെ ഇളകിയാണ് കിടക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ച് വേണം പോകാൻ. ചെറിയ താഴ്ത്തവും. ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു വ്യൂ. നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്ന് അങ്ങനെ നമ്മളിതാ ടോപ്പിലെത്തി. ടോപ്പ് ലേക്ക്, അതായത് ജോഫ്രി ലേക്കിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ലേക്കിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി ആ കാഴ്ച നമുക്ക് കാണാം അല്ലേ. ഇതാ നോക്കി. ഇതുകൊണ്ട് ഈ മഞ്ഞ് മലകൾ ഇങ്ങനെ ഉരുകി താഴോട്ട് വരുന്നതാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ല. അങ്ങോട്ട് വയ്ക്കുക, കുത്തി ഒഴുകി വരുന്ന വെള്ളം കണ്ടോ, അത് ഇപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ളതാണ് നമ്മളീ കാണുന്നത്. ഇതുപോലെ എത്ര സൈഡിൽ നിന്ന് അതിങ്ങനെ ഒഴുകി വന്നിട്ടാണെന്നറിയോ ഈ ഒരു ലേക്കിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ താഴെ കാണുന്ന ഇത്രയും ഫോഴ്സിൽ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ജലസംഭരണികൾ ഈ മലമുകളിലുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. ചൂട് കൂടുന്നതനുസരിച്ചിട്ട് അവിടുത്തെ ഐസിൻ്റെ തിക്നെസ് കുറയും. ഇവിടെ കുളിക്കാൻ പറ്റും, അങ്ങനെ കാര്യമുണ്ട്. പക്ഷേ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, അത്യാവശ്യം സ്വിമ്മിങ് ഒക്കെ അറിയണം. ഇവിടെ ലൈഫ് ഗാർഡൊന്നും ഇല്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് അടിപൊളിയല്ലേ, ഈ വ്യൂവിൽ നിന്ന് കുളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. കുറച്ച് ഉപ്പേരിയുണ്ട്, അപ്പോൾ അതും കഴിക്കാമല്ലേ. അത് ഈ കാനഡയിൽ നിന്നും തൃശ്ശൂർ ഉണ്ടാക്കിയ ഈ ഉപ്പേരി കഴിക്കുമ്പോൾ ഒരു ഫീല് നോക്കിയേ. ഇന്ത്യൻ ട്രഡീഷൻ കൊണ്ട് ബ്രാൻഡാണ്, പറിച്ചൊന്നുമല്ല കേട്ടോ. ആ ഒരു രുചി കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ ഒരു തണുത്ത കാറ്റും ഉപ്പേരിയൊക്കെ ആയിട്ട് ആഹാ അടിപൊളി. നമ്മൾ ലേസൊന്നും കഴിച്ചാൽ ഈ ഒരു സുഖം കിട്ടത്തില്ല അല്ലേ. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഉപ്പേരി തന്നില്ല, കഴിച്ചോ, കിട്ടിയോ? അങ്ങനെ ഈ ജോഫ്രി ലേക്കിൻ്റെ 3 ലേക്കിൻ്റെ കാഴ്ചകളും ഈ ഹൈക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ പഴയ വീഡിയോകളുണ്ട്, അപ്പോൾ അതോടെ കയറി ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ചയിൽ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.